ഹലോ ആൻഡ് വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫാദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് 8 ദിവസങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡിൽ ഒരാൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ 8 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ 8ാം ദിവസം എന്തൊക്കെയാണ് വീടിനുള്ളിൽ നടന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ഈ ആഴ്ചയിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് കേട്ടോ. എവിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചൊവ്വാഴ്ച മുതൽ, അതായത് ഇന്ന് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഈ ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ 1-2 മത്സരാർത്ഥികൾ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ 6 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഈ 6 പേരെയും സെലക്ട് ചെയ്യുന്നത് അതിനുള്ളിലെ മറ്റ് കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ ആദ്യം ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരുടെ അടുത്തും ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതിനൊരു കാരണം പറയാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസും ഫ്രണ്ടിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സംസാരത്തിനെ ആസ്പദമാക്കിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു. അങ്ങനെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇത്രയും മത്സരാർത്ഥികളുടെ ഫോട്ടോ ഒട്ടിച്ച ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോരുത്തരായിട്ട് ചെന്നിട്ട് വോട്ട് ചെയ്യണം, ആരാണ് നോമിനേഷനിൽ വരേണ്ടത്, അവർക്ക് ഇഷ്ടമല്ലാത്ത 6 പേരെ വോട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ 6 പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 6 പേര് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. സരിക KB, സരിക കലാഭവൻ, സരിക ഒനീല്, ഓഫ് കോഴ്സ് അനീഷ്, റെന, പിന്നെ വന്നിട്ടുള്ളത് 6 പേര്. ഈ 6 പേരായിരുന്നു നമ്മുടെ ഈ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഇന്നലെ മൺഡേ ആണ്. മൺഡേ ആകുമ്പോൾ നമുക്ക് നോമിനേഷൻ വെക്കുമല്ലോ. നോർമലി ഉള്ള നോമിനേഷൻ ഉണ്ട്. ആ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ടാസ്കിൽ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ അക്ബറും ഷാനവാസും ഉണ്ട്. അതുകൂടാതെ അവരെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൂടാതെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഉള്ളവരിൽ നിന്ന് വേണം നമ്മുടെ ഈ വീക്കിലേക്കുള്ള നോമിനേഷനിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതായത് അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വീക്ക് നോമിനേറ്റഡ് ആണ്. മിഡ് വീക്ക് എവിക്ഷനിലേക്കും നോർമൽ എവിക്ഷനിലേക്കും അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു മോർണിംഗ് ടാസ്ക് ഉണ്ട്. ഈ തവണത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞത് റാങ്കിങ് ആയിരുന്നു. അതായത് 1 മുതൽ 19 സ്ഥാനം വരെ ഉള്ള ആൾക്കാര് ഏകകണ്ഠമായി തീരുമാനിച്ച് നിൽക്കുക. റാങ്കിങ് സിസ്റ്റം ആയിരുന്നു, റാങ്കിങ് ടാസ്ക് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ 1ാം സ്ഥാനം നിൽക്കുന്ന ആൾക്ക് 20 സെക്കൻഡും 2ാം സ്ഥാനം നിൽക്കുന്ന ആൾക്ക് 15 സെക്കൻഡും ബാക്കിയുള്ള എല്ലാ സ്ഥാനത്തിലുള്ളവർക്ക് 10 സെക്കൻഡും വെച്ച് കിട്ടും പണിപ്പുരയിലേക്ക് കയറാനായിട്ട്. അപ്പൊ ഇത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അനീഷ് ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല. അവന് ഫസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് ഒക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് വിട്ടുകൊടുക്കാം അനീഷിനെ 1ാം സ്ഥാനത്തിരുത്താം. കാരണം അനീഷ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു റാങ്കും കിട്ടുകയും ഇല്ല, പടിപ്പുരയിൽ പോകാനുള്ള ചാൻസും മിസ്സാകും. അപ്പൊ അതുകൊണ്ട് അനീഷിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവരൊക്കെ അതിനെ എതിർത്തു. കാരണം ഇങ്ങനെ ഒരാളെ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ട് ആരും പണിപ്പുരയിൽ പോയി ഒരു സാധനം എടുക്കണ്ടെന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആ ടാസ്ക് നഷ്ടമാകുകയാണ് ചെയ്തത്. ശരിക്കും ഷാനവാസ് മുന്നിലോട്ട് വെച്ച ഒരു ഐഡിയ, ഷാനവാസ് ആസ് എ ക്യാപ്റ്റൻ മുന്നോട്ട് വെച്ചൊരു ഐഡിയ നല്ലതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഷാനവാസ് പറഞ്ഞിരുന്നു ആദ്യം തന്നെ 1ാം സ്ഥാനം നമുക്ക് ബാൻഡ് കയ്യിലുള്ളവർക്ക് 1ഉം 2ഉം സ്ഥാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണൽ ആയിട്ട് ഒന്നും എടുക്കാനില്ല. അവർ എന്ത് സാധനം എടുത്താലും അത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. ബാക്കിയുള്ള സ്ഥാനത്തുള്ളവർക്ക് 10 സെക്കൻഡ് വീതം കിട്ടുകയും ചെയ്യും. അവർക്ക് അവരവരുടേതായ സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം എന്ന് ഷാനവാസ് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഈ അനീഷ് ഇങ്ങനെ ഇടഞ്ഞു നിന്നത് കൊണ്ട് ആർക്കും 1ാം സ്ഥാനവും 2ാം സ്ഥാനം കിട്ടിയില്ലെന്ന് മാത്രമല്ല ആർക്കും പണിപ്പുരയിലേക്ക് പ്രവേശിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോർമലി നമ്മുടെ നെവിന് 19ാം സ്ഥാനം എടുത്താൽ മതി എന്ന് നെവിൻ തീരുമാനിച്ചു. മറ്റൊന്നും കണ്ടല്ല, നെവിനെ എന്തായാലും ഇനി പണിപ്പുരയിൽ കേറ്റൂല എന്ന് നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് കണ്ടതാണല്ലോ. നെവിൻ സ്വയം തെരഞ്ഞെടുത്ത സമ്മാനമാണത്. പണിപ്പുരയിലേക്ക് ഇനി ഒരിക്കലും അവന് കയറാൻ പറ്റില്ല. അപ്പൊ അവൻ നോർമലി 19ാം സ്ഥാനം തന്നെ സെലക്ട് ചെയ്തു. പക്ഷെ ഈ അനീഷ് ഇങ്ങനെ നിന്നത് കൊണ്ട് ആർക്കും പണിപ്പുരയിലേക്ക് കയറാനോ സാധനങ്ങൾ എടുക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അനീഷുമായിട്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജിസയിൽ ആരും അറിയാതെ വെളുപ്പിന് എഴുന്നേറ്റും ചെറിയ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു ഇനി റിട്ടേൺ ചെയ്യാനുള്ളവരൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കും എന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവരാരും ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ നെവിൻ അവിടെ നിന്ന് ഫണ്ണി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വിശക്കുമ്പോൾ ഇടയ്ക്ക് പോയി ആപ്പിളും തക്കാളിയും ഒക്കെ കട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നലെ മേജർ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. വീഡിയോ കാണാത്തവര് തീർച്ചയായിട്ടും പോയി ജിയോ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. വളരെ രസകരമായിട്ടാണ് 7ന്റെ പണി എന്നുള്ള ബിഗ് ബോസ് സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബിഗ് ബോസ് എന്താ പറയാ, അന്നേരം ഓരോരുത്തർക്കും പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കാണാത്തവര് പോയി കണ്ടു നോക്കുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.